ആലപ്പുഴയിൽ GS എങ്കിൽ കണ്ണൂരിൽ KS, ആലപ്പുഴയിൽ CPM കണ്ണൂരിൽ കോൺഗ്രസിൽ. ആലപ്പുഴയിലെ സീനിയർ നേതാവാണ് GS എങ്കിൽ കണ്ണൂരിൻ്റെ സിംഹമാണ്, കോൺഗ്രസിൻ്റെ എല്ലാമാണ്. അവിടുത്തെ പടക്കളത്തിൽ, യുദ്ധക്കളത്തിൽ എതിരാളികൾ പല്ലിന് പല്ല്, നഖത്തിന് നഖം, എല്ലിന് എല്ല്, വെട്ടിന് വെട്ടെന്ന് പറഞ്ഞ് വളരെ കൃത്യമായി ഇങ്ങോട്ടൊന്ന് ചെയ്താൽ അങ്ങോട്ട് രണ്ട് ചെയ്തുകൊണ്ട് പാർട്ടിയെ പിടിച്ചു നിർത്തിയിരിക്കുന്ന K. സുധാകരൻ ഒരു കാലഘട്ടത്തിൽ തോക്ക് വരെ സ്വന്തമായി കൊണ്ടു നടന്നു എന്നാണ് പറയുന്നത്. ചെറിയ കൈത്തോക്ക് വരെ കൊണ്ട് നടക്കാൻ അദ്ദേഹത്തിന് കോടതി അനുവാദം കൊടുത്തു. അത്രയ്ക്ക് ജീവന് ഭീഷണിയുള്ള ഒരു വൈബ്രൻ്റായിട്ടുള്ള നേതാവാണ് K. സുധാകരൻ. അദ്ദേഹത്തെ എഴുതി തള്ളിക്കൊണ്ട് കണ്ണൂർ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല കോൺഗ്രസ്സിന്. പക്ഷേ അദ്ദേഹത്തിനൊരു മോഹം, അദ്ദേഹത്തിൻ്റെ മോഹം ചെറുതല്ല, വളരെ വലുതാണ്. കേരളത്തിൽ മത്സരിക്കണം, MLA ആയിട്ട് മത്സരിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട്. കണ്ണൂർ നേരത്തെ ജയിച്ചിട്ടുള്ള ആളാണ്, വനമന്ത്രിയായിരുന്നു നേരത്തെ. അപ്പോൾ അദ്ദേഹത്തിന് ജയിച്ചിട്ട് മന്ത്രിയാവണം. ഈ മോഹത്തിലേക്ക് വന്ന ഒരുപാട് MP മാരുണ്ടായിരുന്നു. KC വേണുഗോപാൽ വലിയ രൂപത്തിലൊക്കെ മത്സരിക്കും എന്ന് പറഞ്ഞ അവസാനം കേന്ദ്രം കണ്ണൂരിട്ടിയപ്പോൾ KC മത്സരിക്കുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ കേരളത്തിൽ മത്സരിക്കാമെന്ന് പറഞ്ഞു, അത് പറ്റിയില്ല. അതുപോലെ ബെന്നി ബെഹനാനും ചില ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിലൊന്ന് മത്സരിച്ചാലെന്തെന്ന്. അങ്ങനെ നിരവധി നേതാക്കൾ, MP മാർ, പിന്നെ അടൂർ പ്രകാശ് ശക്തമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ കണ്ണൂരിട്ടിയപ്പോൾ സെൻട്രൽ കമ്മിറ്റി അല്ലെങ്കിൽ AICC കണ്ണൂരിട്ടിയപ്പോൾ പതുക്കെ അടൂർ പ്രകാശ് അങ്ങ് മാളത്തേക്ക് കയറി, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോഴും ഇന്നും നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യുമ്പോഴും K. സുധാകരൻ കണ്ണൂരിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ വലിയ ചർച്ച നടന്നു, ഡൽഹിയിൽ നിന്ന് വിളിച്ചു. ഇനി രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല നമ്മളെ യാത്ര നടത്തിയ പുതുയുഗ യാത്ര നടത്തിയ ക്യാപ്റ്റൻ VD സതീശൻ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടി 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ റെഡിയാക്കും. ഞങ്ങളുടെ പൂക്കൂടയിൽ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് റെഡിയായിരിക്കുകയാണ്. എപ്പോഴാണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അടുത്ത നിമിഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിക്കും. എല്ലാം റെഡിയാണ്, ഞങ്ങൾക്കൊരു പരാതിയില്ല, ഘടകകക്ഷികളായിട്ടുള്ള ചർച്ചകളെല്ലാം ഓക്കെയാണ് എന്ന് പറയുമ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ച വഴിമുട്ടി നിൽക്കുന്നുവെന്ന് മാത്രമല്ല, പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഇടുക്കി ജില്ലയും കുട്ടനാട് ഇടുക്കി ജില്ലയിൽ ഇടുക്കിയും കുട്ടനാടും ഉൾപ്പെടെയുള്ള 2-3 മണ്ഡലങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് ശക്തമായി അണിയറയിൽ നീക്കങ്ങൾ നടത്തുമ്പോൾ, അങ്ങനെ ഇടുക്കി സീറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ നിന്ന് രാജിവെക്കുമെന്ന് ഇടുക്കിയിലെ കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ PJ ജോസഫ് അവർകളെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെ ശക്തമായ രീതിയിലാണ് ചില പ്രശ്നങ്ങൾ ഉള്ളത്. ഒന്ന്, K. സുധാകരനെ എങ്ങനെ മെരുക്കും എന്നുള്ളതാണ്. K. സുധാകരൻ അങ്ങനെ മെരുങ്ങുന്ന ആളല്ല. ചെറിയ കുപ്പിയിലോ ചെറിയ ചാക്കിലോ ഒന്നും അദ്ദേഹത്തെ കയറ്റാൻ പറ്റുന്ന ആളല്ല. അദ്ദേഹം ഇമ്മിണി വലിയ കോൺഗ്രസ്സുകാരനാണ്. K. സുധാകരനെ KSനെ എങ്ങനെ കൈകാര്യം ചെയ്യും? അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റായിരുന്നു. KPCCയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ അച്ചടക്കത്തോടുള്ള ഒരു സെമി കേഡർ പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റുമെന്ന് പറഞ്ഞു. അവസാനം സംഭവിച്ചത് സെമിയൊക്കെ നടത്തി കേഡർ എന്നുള്ള വാക്കെടുത്ത് കളയേണ്ടി വന്നു. ഇത് കോൺഗ്രസ്സാണ്, നിങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല. കോൺഗ്രസ്സിൽ സെമിയും ഇല്ല, ഫൈനലും ഇല്ല, എല്ലാം ഫൈനലാണ്. അവരൊരു വലിയ ആൾക്കൂട്ടമാണ്, ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ വലിയൊരു ആൾക്കൂട്ടമാണ്. അതിനൊരു സംഘടനാ സംവിധാനമുണ്ട്. അല്ലാതെ മറ്റ് പാർട്ടികൾ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ നിശ്ചിതമായി 2 വർഷം 3 വർഷം കൂടുമ്പോൾ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ വലിയൊരു ടീമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്രിക്കറ്റ് വരുമ്പോൾ കളി ഉള്ളപ്പോൾ നമ്മൾ ഒത്തുകൂടും, കളി ജയിക്കും, പലപ്പോഴും കളി ജയിക്കും, ചിലപ്പോൾ ഡക്കായി തോറ്റും പോകും. എന്നാലും നമുക്ക് പ്രശ്നമില്ല, തോറ്റാലും പ്രശ്നമില്ല, ജയിച്ച ആ കളി സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഒന്നിച്ച് വരും. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. പാർലമെൻ്ററി തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധവും ഉത്സവവും എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ബാക്കിയുള്ള സംഘടനാ പ്രവർത്തനമൊക്കെ അപ്പടി ഇപ്പടിയൊക്കെ തന്നെ അത് ഉണ്ട്, ഇല്ല എന്നല്ല. യൂത്ത് കോൺഗ്രസ് ഉണ്ട്, മഹിളാ കോൺഗ്രസ് ഉണ്ട്, KIC ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ അധികാരം പിടിക്കുന്നിടത്തും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുമാണ്, മറ്റ് സംഘടനാ പ്രവർത്തനത്തിലൊന്നും അല്ല.
എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് തെറ്റൊന്നുമല്ല, ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ പാർട്ടികൾ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കെ സുധാകരൻ അവിടെ ജയിക്കുമോ എന്നുള്ളതിനൊരു ചോദ്യമല്ല. ജയിക്കാം, നിന്നാൽ കണ്ണൂർ ജയിക്കാൻ സാധ്യത. കാര്യം കണ്ണൂർ മുനിസിപ്പാലിറ്റിയൊക്കെ പലപ്പോഴും കോൺഗ്രസ്സാണ് കൈകാര്യം ചെയ്യുന്നത്. കോൺഗ്രസ്സിനുള്ള സ്ഥലമാണ് അവിടെ, കോൺഗ്രസ്സിന് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. സുധാകരൻ ജയിച്ചിട്ടുമുണ്ടല്ലോ, അവിടെ നിന്ന് MLA ആയിട്ടുണ്ട്. അതുകൊണ്ട് സുധാകരൻ ജയിക്കുമോ ഇല്ല എന്നുള്ള കാര്യത്തിനൊന്നും തർക്കമില്ല. പക്ഷെ പ്രശ്നം അവിടെ അതല്ല. ഒരു MP കൊടുത്താൽ ഉടൻ തന്നെ അടൂർ പ്രകാശം വരും, അടുത്ത MP മാരും വരും, രാജ്മോഹൻ ഉണ്ണിത്താൻ വരും, പല MP മാരും വരും. ഞങ്ങൾക്കും സീറ്റ് വേണം. ഇനി MP മാർ ജയിച്ചാലോ മന്ത്രിമാരാകാനും തള്ളു വരും. അപ്പം മന്ത്രിമാരാകാനുള്ള തള്ള് MP മാർ ജയിച്ചാൽ വരും എന്നുള്ളത് കൊണ്ടും കൂടെയാണ്. ഇപ്പോൾ സുധാകരൻ ജയിച്ചാൽ സ്വാഭാവികമായിട്ട് സുധാകരനെ മന്ത്രിയാക്കാതിരിക്കാൻ പറ്റത്തില്ല. UDF വന്നാൽ ഇതെല്ലാം സതീശൻ അറിയാം. സുധാകരൻ മന്ത്രിയായിരുന്നു കൊണ്ട് സുധാകരനെ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുകയുമില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിലും VD സതീശന് ബുദ്ധിമുട്ട് ഉണ്ടാവാം. വളരെ സീനിയറായിട്ടുള്ള പലരും ജയിക്കുകയാണെങ്കിൽ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെ നേരത്തെ മന്ത്രിസഭകളിൽ മന്ത്രിമാരായിട്ടൊക്കെ ഇരുന്ന വളരെ സീനിയർ ആളുകൾ ജയിക്കുകയും, കെ മുരളീധരൻ, അവർക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സീനിയർ പ്രായത്തിൻ്റെയും അല്ലെങ്കിൽ അനുഭവ സമ്പത്തിൻ്റെയോ ജൂനിയറൊക്കെ വരാം. അത് കോൺഗ്രസ് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് അതിനകത്ത് അഭിപ്രായമില്ല. പക്ഷേ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന് കിട്ടുന്ന ഒരു പൊസിഷൻ വളരെ പ്രധാനമാണ്. അദ്ദേഹം എന്തായാലും ഇതുവരെ മത്സരിക്കാനില്ല എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഇന്നലെ രാത്രിയും സ്വപ്നം കണ്ടിരിക്കുന്നത് കണ്ണൂർ മത്സരിക്കുകയും ജയിക്കുകയും UDF വരികയും മന്ത്രിയാവുകയൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ റിജി മാക്കുറ്റൽ, അങ്ങനെ തന്നെ ദീപ്തി വരിക്ക് വരച്ചല്ല, ഷമാ മുഹമ്മദ്, അങ്ങനെ തുടങ്ങിയ കണ്ണൂരിലുള്ള ഒരുപാട് നേതാക്കളൊക്കെ സുധാകരനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ വലിയ ആളാണ്, സുധാകരൻ്റെ കൂടെയാണ് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഗ്രൂപ്പ് കളിയൊന്നുമല്ല. ഇപ്പോൾ സുധാകരൻ പണ്ട് 9 വർഷം മുമ്പ് സുധാകരൻ പറഞ്ഞു BJP പോയാൽ എന്താ എന്ന് ഒരു ചാനലിൽ സുധാകരൻ ചോദിച്ചു. 9 വർഷം മുമ്പാണ്, ഇപ്പോഴല്ല. അപ്പോൾ അതിപ്പോൾ പക്ഷേ കറങ്ങുന്നുണ്ട്. ആ 9 വർഷം മുമ്പ് സുധാകരൻ ചോദിച്ചു BJPക്ക് എന്താ കുഴവ്, BJP ഒരു നാഷണൽ പാർട്ടി അല്ലേ എന്ന് 9 വർഷം മുമ്പ് സുധാകരൻ ചോദിച്ചെങ്കിൽ ഇപ്പോൾ വീണ്ടും സുധാകരന് കുറച്ചുകൂടി ഫെമിലിയർ ആകുന്നൊരു BJP-യാണ്, വേണമെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു BJP-യാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് പോകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. എൻ്റെ രക്തത്തിൽ കോൺഗ്രസ് ആണ് ഉള്ളത് എന്ന് അദ്ദേഹം എപ്പോഴും പറയും. അതുകൊണ്ട് BJP പോകാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ BJP വല വിരിക്കുന്നുണ്ട്. സുധാകരനെ പോലുള്ള ആളിനെ കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് വല BJP വിരിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ സംഘവുമൊക്കെ വല വിരിച്ചിട്ടുണ്ട്. പക്ഷേ അത് കിട്ടാൻ സാധ്യതയില്ല. സുധാകരൻ കോൺഗ്രസിൽ തന്നെ നിൽക്കും. പക്ഷേ മുറിവേറ്റ സുധാകരനായിരിക്കും. പിന്നെ അല്ലാത്ത സുധാകരനേക്കാൾ വലിയ പ്രശ്നം സിംഹമാണ് അദ്ദേഹം, അല്ലെങ്കിൽ പുലിയാണ്, കടുവയാണ്. സിംഹത്തിനും പുലിക്കും കടുവയ്ക്കും ഒക്കെ മുറിവേറ്റാൽ അത് പിന്നെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് സുധാകരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സുധാകരൻ എന്ന് പറഞ്ഞ വലിയ ഒരു ബിംബത്തെ, എങ്ങനെ ഒരു പ്രതിഷ്ഠയെ അല്ലെങ്കിൽ വലിയ വിഗ്രഹത്തെ എങ്ങനെ ഈ ചെറിയ കോവിലിൽ പൂജയ്ക്ക് വയ്ക്കും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഡൽഹിയിലേക്ക് വിളിച്ചായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് സംസാരിക്കും. എന്തായാലും വളരെ വലിയ ഒരു പ്രശ്നമാണ് കെ സുധാകരൻ ഇപ്പോൾ ഈ ഒരു കോൺഗ്രസിനകത്ത് ഒരു ചർച്ചാ വിഷയമായി ഒരു ചെറിയ പ്രതിസന്ധി കണ്ണൂർ ജില്ലയിലെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത്.